ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. പ്രിയ ശ്രോതാക്കളെ, സുഹൃത്തുക്കളെ, ഒരിക്കൽ വാടാനപ്പള്ളി ഭാഗത്ത് ശക്തമായ കടൽക്ഷോഭം ഉണ്ടായി. വലിയ തിരമാലകൾ കരയിലേക്ക് അടിച്ചു കയറി വരുന്നു. തീരപ്രദേശത്തുള്ള മണ്ണ് ഇടിഞ്ഞ് കടലിലേക്ക് ഒലിച്ചു പോകുന്നു. തെങ്ങുകൾ കടപുഴകി വീഴുന്നു. വീടുകളും മറ്റും തകർന്നു വീഴുന്നു. സർവ്വതും കടലെടുത്തു പോകുമെന്ന അവസ്ഥയായി. തീരവാസികളായ പാവങ്ങളെ രക്ഷിക്കാൻ ആരുമില്ല. ആ കടൽ തീരത്ത് ശങ്കരൻ എന്ന ഒരു ഭക്തൻ താമസിച്ചിരുന്നു. അദ്ദേഹം നോക്കുമ്പോൾ അലറി വരുന്ന തിരമാലകൾ തൻ്റെ വീടും പറമ്പും സർവ്വതും നശിപ്പിക്കാനുള്ള ശ്രമത്തിലാണ്. ശങ്കരൻ ഗുരുദേവനെപ്പറ്റി കേട്ടിട്ടുണ്ട്. ഗുരുദേവനെ ശരണം പ്രാപിച്ചാൽ കടൽക്ഷോഭത്തിൽ നിന്ന് തൻ്റെ വീടും സ്വത്തുക്കളും രക്ഷിക്കാൻ കഴിയും എന്ന് തോന്നി. വേഗം ഗുരുസന്നിധിയിൽ ചെന്ന് ആ പാദങ്ങളിൽ വീണ് നമസ്കരിച്ച് സങ്കടമുണർത്തിച്ചു. ഗുരുദേവൻ അപ്പോൾ അയാളോട്, ഈ കാര്യത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ശങ്കര എന്ന് ചോദിച്ചു. ഗുരുദേവൻ തൻ്റെ പേര് എങ്ങനെ അറിഞ്ഞു എന്ന് അയാൾ അത്ഭുതപ്പെട്ടു. ശങ്കരൻ ഗുരുദേവനോട്, അങ്ങ് വിചാരിച്ചാൽ സാധിക്കാത്തതായി എന്തുണ്ട് സ്വാമി എന്ന് അത്യന്തം സങ്കടപ്പെട്ടുകൊണ്ട് പറഞ്ഞു. അപ്പോൾ ഗുരുദേവൻ, ശങ്കരന് നമ്മിൽ അത്രമാത്രം വിശ്വാസമുണ്ടെങ്കിൽ പരിഹാരമുണ്ടാകും. ബോധാനന്ദൻ ആ കടൽ തീരത്ത് പോയി കിടക്കട്ടെ എന്ന് പറഞ്ഞു. ഉടൻ ഗുരുദേവ ശിഷ്യനായ ബോധാനന്ദ സ്വാമി ശങ്കരൻ്റെ കൂടെ യാത്രയായി. ഇരുവരും കടൽ തീരത്ത് ചെല്ലുമ്പോൾ കടൽ അത്യന്തം പ്രക്ഷുബ്ധമായി തന്നെ തുടരുകയായിരുന്നു. തിരമാലകൾ വന്ന് കാർന്നു നിന്നുകൊണ്ട് ഇരിക്കുകയായിരുന്നു. ബോധാനന്ദ സ്വാമി ഇതൊന്നും ശ്രദ്ധിക്കാതെ ഗുരുവിൻ്റെ ആജ്ഞയനുസരിച്ച് ആ കടൽ തീരത്ത് പോയി കിടന്നു. അത്ഭുതമെന്നേ പറയേണ്ടൂ. ഏതോ ഒരു അജ്ഞാത ശക്തിയാലെന്ന പോലെ കടൽ ശാന്തമായി. തിരകൾ അടങ്ങി. തീരപ്രദേശത്ത് നിന്ന് കടൽ പിൻവാങ്ങി. പിൽക്കാലത്ത് ഒരിക്കൽ പോലും കടൽക്ഷോഭം ആ പ്രദേശത്തെ ബാധിച്ചിട്ടില്ല. ശങ്കരൻ്റെ ഭവനം നിന്ന സ്ഥലം ഇന്നും സുരക്ഷിതമാണ്. ഒരു സംഭവം കൂടി പറയാം. ആ കാലത്ത് നാരായണൻ എന്ന ഒരു ഗുരുഭക്തൻ ഗുരുദേവനെ സങ്കല്പിച്ചുകൊണ്ട് മുറ്റത്ത് ഒരു വാഴ നട്ടു. വേണ്ട വിധം ശുശ്രൂഷിച്ച് വളർത്തി. ഈ വാഴ വളർന്ന് കുലച്ച് കുലപാകമാകുമ്പോൾ ശ്രീനാരായണ ഗുരുദേവൻ ഇവിടെ വരും. അതുവരെ ഈ വാഴയിൽ ആരും തൊഴരുത് എന്ന് അയാൾ എല്ലാവരോടും പറയുമായിരുന്നു. വാഴ കുലച്ച് മൂപ്പായപ്പോൾ അയാൾ ആ കുല ആരും കാണാതിരിക്കത്തക്ക വിധം കച്ചുകൊണ്ട് മൂടിക്കെട്ടി ഭദ്രമാക്കി വച്ചു. അങ്ങനെയിരിക്കെ ഒരു ദിവസം ഗുരുദേവൻ ശിഷ്യന്മാരുമായി അവിടെ വന്നു. നാരായണനെ കണ്ടപാടെ ഇങ്ങനെ പറഞ്ഞു, എന്താടോ നാരായണ, വാഴക്കുല പഴുത്തിട്ടും അത് വെട്ടാതെ നിർത്തിയിരിക്കുന്നത്? അതിൻ്റെ മേലത്തെ പടലയിൽ നിന്ന് 10 കാ എലി തിന്നും പോയി. നീ അത് വെട്ടിക്കൊണ്ടുവാ, ശേഷിച്ചത് നമുക്ക് എല്ലാവർക്കും ഭക്ഷിക്കാമല്ലോ. നാരായണൻ വാഴക്കുല വെട്ടിയെടുത്ത് അത് പൊതിഞ്ഞിരുന്ന കച്ചിയൊക്കെ മാറ്റി നോക്കി. മൊത്തം നല്ലതുപോലെ പഴുത്തിട്ടുണ്ട്. ഗുരുദേവൻ പറഞ്ഞതുപോലെ തന്നെ കുലയുടെ മേലത്തെ പടലയിലെ 10 കാ എലി തിന്നിട്ടുമുണ്ട്. അയാൾ പഴക്കുല ഗുരുദേവൻ്റെ മുമ്പിൽ സമർപ്പിച്ചു. തൊഴുതു നിന്നു. ഗുരുദേവൻ അതിൽ നിന്ന് 2 കാ ഭക്ഷിച്ചതിന് ശേഷം ബാക്കി എല്ലാവർക്കുമായി കൊടുത്തു. നാരായണൻ ഗുരുദേവനെ ഓർത്ത് വാഴ നട്ടതും അത് കുലച്ച് പാകമായതും അതിൽ 10 കാ എലി തിന്നുപോയതും എല്ലാം എങ്ങനെ ഗുരുദേവൻ അറിഞ്ഞു എന്നോർത്ത് സകലരും അത്ഭുതപ്പെട്ടു. നമസ്കാരം.